സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തഖ്വയോടുകൂടി ക്രമീകരിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. രാജാതിരാജനായ അർഹമുറാഹിമീനായ നാഥൻ അവന്റെ സ്നേഹവും അവന്റെ പൊരുത്തവും കരസ്ഥമാക്കി ഇരുലോകത്ത് വിജയിക്കാൻ കഴിയുന്ന സുഹൃതവാന്മാരായ അൻപവന്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറേയധികം ആഴ്ചകളിലായി ഏറ്റവും ഉദാത്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പാഠങ്ങളാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. വ്യത്യസ്തമായ പല തലങ്ങളിൽ നിന്നുകൊണ്ടും എത്രയേറെ നാം പറഞ്ഞാലും എവിടെയും അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം വിശാലവും ഗാംഭീര്യവുമാർന്ന ഒരു വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രയാവർത്തി നാം കേട്ടാലും എത്രയാവർത്തി നാം പറഞ്ഞാലും അതിന്റെ ഗൗരവവും മനോഹാരിതയും ആകർഷണീയതയും എവിടെയും ചോർന്നു പോകുന്നില്ല എന്നതാണ് വസ്തുത. നാം തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഏറ്റവും ചെറുതായിരിക്കുന്ന കാലം മുതൽ തുടങ്ങി കേൾക്കാൻ തുടങ്ങിയതാണ് അല്ലാഹുവിനെ. നമ്മളിപ്പോഴും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിനെ, അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച്, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എന്ന് വേണ്ട ഓരോ ദിവസവും എത്രയോ ആവർത്തി അല്ലാഹുവിനെ കുറിച്ച വാക്കുകൾ കൊണ്ട് നമ്മുടെ ജീവിതം കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അല്ലാഹുവിനെ കുറിച്ച് കേട്ട വർത്തമാനങ്ങളിൽ നമുക്കൊരു മടുപ്പ് തോന്നിയിട്ടില്ല. അല്ലാഹുവിനെ കുറിച്ച് നാം വായിച്ചിടത്തോ, അല്ലാഹുവിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നിടത്തോ, അല്ലാഹുവിനെ കുറിച്ച് ആരെങ്കിലും നമ്മോട് സംസാരിക്കുന്നിടത്തോ ഇത് തന്നെയാണല്ലോ മുൻപും നമ്മൾ കേട്ടത്, അല്ലെങ്കിൽ ഇത് തന്നെയാണല്ലോ നമ്മൾ പലയാവർത്തി കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു മടുപ്പ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിനില്ല. അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതിന്റെ ഗൗരവം എന്ന് പറയുന്നതും അങ്ങനെയാണ്, അതിന്റെ ആകർഷണീയതയും അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യനോളം പഴക്കവും സർഗാത്മകതയോടും പുതുക്കവും ഈ നിമിഷത്തോളം പുതുക്കവുമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിനെ കുറിച്ചുള്ള വാക്കുകളാണ്. മനുഷ്യനോളം പഴക്കം അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോളം പഴക്കമുണ്ട് അല്ലാഹുവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ. അല്ലാഹുവിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾക്ക് ഈ നിമിഷത്തോളം പുതുക്കവുമുണ്ട്. അതുകൊണ്ടാണ് എത്ര ആവർത്തി പറഞ്ഞാലും എത്ര ആവർത്തി കേട്ടാലും എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നു, അതിലെനിക്ക് മടുപ്പില്ല. കാരണം നമ്മൾ നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ മക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ? നമ്മുടെ പേരക്കുട്ടികളോടൊപ്പം നമ്മൾ സമയം ചെലവഴിച്ചാൽ നമുക്ക് മടുപ്പ് അനുഭവപ്പെടാറുണ്ടോ? അവരുടെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ, അവരുടെ വികൃതികളൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ടാലും അല്ലെങ്കിൽ ഒരൽപ്പം കണിശമായി സംസാരിച്ചാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അവരെപ്പോഴും നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അടർത്തി മാറ്റാൻ കഴിയാത്ത ഒരു വൈകാരികമായ തലത്തിൽ നിന്നുകൊണ്ടുള്ള ആകർഷണീയത, അതിന്റെ ഒരു ഗാംഭീര്യം ആ ബന്ധത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പിന്നെയും പിന്നെയും നമ്മൾ പറയുമ്പോൾ
അതിനെ ഏതെല്ലാം തലങ്ങളിലൂടെ പറയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഇന്ന ഭാഗം എന്ന് പറയാനില്ല. എനിക്ക് അത്ഭുതം തോന്നിയത് കഴിഞ്ഞ ദിവസം വിശുദ്ധ ഖുർആൻ സൂറത്ത് ശുആറയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. നമ്മളൊക്കെ ധാരാളം കേട്ട് പരിചയമുള്ള ഒരു ചരിത്രമാണല്ലോ. വിഗ്രഹങ്ങളെ തച്ചുടച്ചതിന്റെ പേരിൽ ആരാണ് ഇത് ചെയ്തത് എന്ന് അന്വേഷിക്കുമ്പോ എല്ലാവരുടെയും മറുപടി അത് ചെയ്യാൻ സാധ്യത ഇബ്രാഹിമേ ഉള്ളൂ. ഫലത്തിൽ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന് മുന്നിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജരാക്കപ്പെടുന്നുണ്ട്. മിഞ്ചരീഖ് എന്ന് പറയുന്ന കവട പോലെയുള്ള ഒരു വാഹനത്തിൽ. അതിന്റെ ലിവർ ഒന്ന് വലിച്ചാൽ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാട്ടിൽ നിന്നൊക്കെ പുറത്താക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന സുദീർഘമായ ഒരു സംഭാഷണമുണ്ട്. ഞാൻ ഏത് റബ്ബിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഏത് റബ്ബിനാണ് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇലാഹുകൾക്ക് കണ്ണ് കാണാനോ കാത് കേൾക്കാനോ ഉള്ള ശേഷിയുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി പറയാൻ അവർക്ക് കഴിയുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താനോ ഒരു നന്മ വരുത്താനോ ഉപദ്രവത്തിൽ നിന്ന് തടയാനോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദൈവങ്ങൾക്ക് വല്ല ശേഷിയും കഴിവുമുണ്ടോ? അതിലെ എല്ലാ നിരർത്ഥകതയെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലുകളുടെയും അന്വേഷണങ്ങളുടെയും തർക്കങ്ങളുടെയും എല്ലാം ഇടയിൽ ദീർഘമായി അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊച്ചു കൊച്ചു വാക്കുകൾ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുണ്ട്. നമുക്കറിയാമോ, വിശുദ്ധ ഖുർആനിൽ ഒരു വേള ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകളിലാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയിലെ 3 വാചകങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാത്തിലേക്കും പ്രവേശിക്കാനല്ല. ആ 3 വാചകങ്ങളിൽ അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് റബ്ബി ഹബ്ലി ഹുക്മൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബി ഹബ്ലി ഹുക്മൻ, അല്ലാഹുവേ എനിക്ക് നീ ഹുക്മ നൽകണം. എന്താണ് ഹുക്മ എന്ന് ചോദിച്ചാൽ യുക്തിജ്ഞാനമാണ്. നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് വേണ്ട ഒരു യുക്തി, അത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭ്യമാകേണ്ടത്? നിങ്ങളുടെ പ്രസ്താവിൽ നിന്നാണ്. യുക്തി എന്ന് പറയുന്നത് കേവലം ആകർഷണീയതയല്ല, കുല്ലു ജദീദ് ലദീദ് എന്നാണ്. എല്ലാ പുതിയതിനും ഒരു ആകർഷണീയതയുണ്ട് എന്നാണ്. പുതിയ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ ആളുകൾ അത് ചാടിപ്പിടിക്കും. അപ്പൊ ഇന്ന് രാവിലെ ഒരു സാധനം വായിച്ചു, ഏറെ വിസ്മയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേര് ലവ്ലി ഡിവോഴ്സ് എന്നാണ്, ഹാപ്പിലി ഡിവോഴ്സ് എന്നാണ്. സന്തോഷത്തോടു കൂടിയുള്ള ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം എന്നാണ്. പ്രഗത്ഭരായ 13 എഴുത്തുകാരനാണ് എഴുതിയ ലേഖനങ്ങളുടെ അല്ലെങ്കിൽ സങ്കല്പങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ സമാഹാരം. ആ പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹാപ്പിലി ഡിവോഴ്സ്, സന്തോഷത്തോടുകൂടി വിവാഹമോചനം നേടുക. അതിലെ അഭിസംബോധിതർ സ്ത്രീകളാണ്. വീടുകളിൽ പ്രയാസമനുഭവിക്കുന്ന, കുടുംബങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന സ്ത്രീകളോട് ഒരു പായയിൽ കിടന്നുറങ്ങിയും ഒരു പാത്രത്തിൽ ഉണ്ടും ജീവിക്കേണ്ട നിങ്ങൾ മാനസികമായി ബഹുദൂരം അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ തിരിഞ്ഞേക്കണം. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്ന ഒരു ചോദ്യം കൊണ്ട് ഒരുപാട് സ്ത്രീജനങ്ങളുടെ ജീവിതത്തിൽ ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ അതിന്റെ നിരൂപണത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ വായനക്കാരൻ അറിയാതെ തന്നെ മറ്റൊരാളായി മാറ്റുന്നിടത്തേക്ക് ആ പുസ്തകം കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. കുടുംബാന്തരീക്ഷങ്ങളെ തകർത്ത് കളയുന്നത് വലിയൊരു വിഷയമാണ് കുടുംബം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ചില പ്രതിപാദനങ്ങളിൽ അത് കടന്നുപോയി. അപ്പൊ പുതിയ ചില കാഴ്ചപ്പാടുകൾ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ ഓരോരുത്തരും സ്വതന്ത്ര വ്യക്തികളല്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നരകയാതനയെ കുറിച്ച് മുന്നോട്ട് പോകുന്നത്? നിങ്ങൾക്ക് പിരിഞ്ഞുകൂടെ എന്ന ഒരു സങ്കല്പം പുതിയ കാലത്തെ
വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയും ജോലിയും കഴിവും ഒക്കെയുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടും. അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നവർക്ക് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവരും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരുമായ മനുഷ്യരുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് വിവേകത്തിന്റെ ചിന്തയാണ്. ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് വൈകാരികതയുടെ ചിന്തയാണ്. വൈകാരികമായി ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുതുമയാർന്ന വർത്തമാനങ്ങളിൽ, പുതുമയാർന്ന കാഴ്ചപ്പാടുകളിൽ ചില ആകർഷണീയത അവർക്ക് തോന്നും. ആ ആകർഷണീയതയെ വൈകാരികതയിൽ നിന്ന് തികച്ചും വിവേകപൂർണമായ ചിന്താശകലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് ഞാനിവിടെ സൂചിപ്പിച്ച റബ്ബി ഹബ്ലി ഹുക്മൻ, അള്ളാഹു എനിക്ക് തത്വദീക്ഷ, തത്വജ്ഞാനം അല്ലെങ്കിൽ വിവേകപൂർണമായ ഇടപെടൽ എനിക്ക് നീ നൽകണം. അല്ലെങ്കിൽ നീ വിശ്വാസികൾ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. അതിന്റെ സുദീർഘമായ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഒരുപക്ഷെ ഒരൊറ്റ വാക്കിൽ നമ്മൾ അവഗണിച്ച് കളഞ്ഞേക്കാവുന്ന ഒന്നാണ്. വജഅലി ലിസാന സിദ്ഖിൻ, അല്ലാഹു എനിക്ക് നീ നൽകണം. എന്ത് നൽകണം? ലിസാന സിദ്ഖിൻ, സത്യസന്ധമായ നാവ് എനിക്ക് നൽകണമെന്നല്ല, ഫിൽ ആഖിരീൻ, എനിക്ക് ശേഷം വരുന്ന തലമുറ എന്നെ കുറിച്ച് നല്ലത് പറയണം. ഞാൻ എന്നെ കുറിച്ച് നല്ലത് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ശേഷമുള്ള തലമുറ എന്നെ കുറിച്ച് നല്ലത് പറയണം. സത്യമായ നാവ് കൊണ്ട് അവരെന്നെ കുറിച്ച് പ്രതിപാദിക്കണം. എനിക്ക് ശേഷമുള്ള തലമുറ നല്ലത് പറയണമെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളെ കുറിച്ച് നല്ലത് പറയുമോ? നല്ലത് പറയാൻ മാത്രം പ്രസക്തമായ അമലുകൾ കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കണം. നമുക്ക് ശേഷമുള്ള തലമുറ നമ്മെക്കുറിച്ച് എന്റെ വാപ്പ, എന്റെ ഉമ്മ, അല്ലെങ്കിൽ എന്റെ വല്യപ്പ, എന്റെ കഴിഞ്ഞുപോയ ഇന്നാലിന്റെ തലമുറയിലെ ഇന്നാലിന്റെ വ്യക്തി, അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇന്നാലിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ലത് പറയാം. അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി ഇന്നാലിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇന്നാലിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം തുടങ്ങി വെച്ചതായിരുന്നു ഇന്ന കാണപ്പെടുന്ന വലിയ വലിയ സംഗതികൾ. അപ്പൊ നമ്മെക്കുറിച്ച് നമുക്ക് ശേഷമുള്ള ഒരു തലമുറ നല്ലത് പറയണമെങ്കിൽ ആ നല്ലത് പറയാവുന്ന രീതിയിൽ നമ്മൾ ചിലത് സമ്പാദിച്ചിട്ടുണ്ടാകണം. നമ്മുടെ അനന്തരാവകാശികൾക്ക് വേണ്ടിയുള്ള ഭൗതികമായ സമ്പാദ്യവും അതിൽപ്പെട്ടത് തന്നെയാണ്. അനന്തരാവകാശികൾ നമ്മെക്കുറിച്ച്, ഞങ്ങളുടെ വാപ്പ മരണപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളുടെ വാപ്പാക്ക് 50 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. മക്കൾ അറിഞ്ഞില്ല. ഒരുപാട് സംഭവങ്ങളിൽ വാപ്പമാർ ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്? മാതാപിതാക്കൾ ആർക്ക് വേണ്ടിയാണ് വെയിൽ കൊണ്ടത്? മാതാപിതാക്കൾ ആർക്ക് വേണ്ടിയായിരുന്നു സ്വന്തം ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ച് ത്യാഗം സഹിച്ച് മഞ്ഞും മഴയും വെയിലും കൊണ്ടത്? എന്നിട്ട് ആ മാതാപിതാക്കൾ മരണപ്പെടുമ്പോൾ കുറെ കടബാധ്യതകളാണ് മക്കൾക്ക് വേണ്ടി വച്ചത് എങ്കിൽ അനന്തരാവകാശികൾ കടബാധ്യതകൾ ഏറ്റെടുക്കും. കാരണം അത് അള്ളാഹു പഠിപ്പിച്ചതാണല്ലോ. അത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അനന്തരാവകാശികൾ നിങ്ങൾക്ക് വേണ്ടി അത് ഏറ്റെടുക്കുക എന്നത്. പക്ഷെ കുറെ കടബാധ്യതകളും പ്രശ്നങ്ങളും മാത്രം പിന്നിലുപേക്ഷിച്ചിട്ട് ഒരു പിതാവ് വിട പറഞ്ഞു പോയാൽ ഈ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് ശേഷം എന്റെ തലമുറ എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കാൻ ആ പിതാവിന് കഴിയുമോ? ഇല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. എങ്കിൽ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുത്തുബകളിൽ ഉടനീളം പ്രതിപാദിച്ചു വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ മാത്രം ജീവിക്കാൻ അള്ളാഹു നൽകിയ ഒരു പൊടിക്കൈയല്ല. നിങ്ങൾക്ക് മരണത്തിന്റെ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ആരെങ്കിലും ഉച്ചരിച്ചാൽ അവന് സ്വർഗം സ്ഥിരപ്പെട്ടു എന്ന് പറയുന്ന ആ മരണവേളയിൽ ഉച്ചരിക്കാനുള്ള ഒരു പദമല്ല. മരണവേളയിൽ നിങ്ങൾ ഉച്ചരിക്കണം, നമ്മൾ ഉച്ചരിക്കണം. മരണവേളയിൽ ഉച്ചരിക്കണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മുടെ കൂടെ കൊണ്ടുപോകണം.
അതല്ലാതെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മുടെ നാവുകളുടെ ഫലവിശേഷി സമ്മതിക്കില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥനയിൽ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളൊക്കെ കാമ്പും കാതലുമുള്ള പ്രാർത്ഥനകളാണല്ലോ. അല്ലെങ്കിലും പ്രാർത്ഥനകൾ അങ്ങനെയാണ്, അർത്ഥമില്ലാത്ത കാതലില്ലാത്ത പ്രാർത്ഥനകളില്ല. ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വിശാലമായ തലമുണ്ട്. എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന തലമുറ എന്നെക്കുറിച്ച് നല്ലത് പറയണം, സമൂഹത്തെ കുറിച്ച് നല്ലത് പറയണം. ഇന്ന് ഡിസംബർ 6 ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ കൊടുക്കുന്ന സമയം. വ്യത്യസ്തമായ പല തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകൾ നടക്കും. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി തകർക്കപ്പെട്ടു എന്നതല്ല അതിന്റെ പിന്നിലെ യഥാർത്ഥത്തിൽ നമ്മെ നോവേർപ്പിക്കുന്ന ഏറ്റവും വലിയ ചിന്താപരമായ വസ്തുത എന്ന് പറയുന്നത്. ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി ഇന്ത്യ രാജ്യത്തെ മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സമവായത്തിന്റെയും അന്തരീക്ഷമാണ് തകർക്കപ്പെട്ടത്. ഒരു പള്ളി തകർക്കപ്പെട്ടു എന്നതല്ല. പള്ളി തകർക്കപ്പെട്ടത് ഏറെ ഗൗരവമറിയിക്കുന്ന ഒന്നാണ്. പക്ഷെ ആ പള്ളിയുടെ തകർച്ചയിലൂടെ സംഭവിച്ചത് രാജ്യത്തിന്റെ പൈതൃകം, മനുഷ്യ സമൂഹത്തിന്റെ സ്വസ്ഥവും സാഹോദര്യപൂർണവുമായ ജീവിതത്തെ തകർത്ത് കളഞ്ഞു, അതിന്റെ അടിവേരുവാന്തി കളഞ്ഞു. ഉണങ്ങാത്ത വലിയ മുറിവ് ഈ സമൂഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഈ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൽ ബാബരി മസ്ജിദിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഏറ്റവും ലളിതമായി ഉണ്ടാക്കേണ്ടത്. മറ്റൊന്ന്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ ലോകം ഭീതിയോടുകൂടി കാണുന്ന ഒരു ജനസമൂഹമാണ്. എന്ത് തന്നെ സംഭവിച്ചാലും അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്ന ആനന്ദ് എന്ന് പറയുന്ന മലയാളത്തിലെ അറിയപ്പെടുന്ന നോവലിസ്റ്റ് അല്ലെങ്കിൽ കഥാകാരൻ അല്ലെങ്കിൽ നിരൂപകൻ, അദ്ദേഹത്തിന്റെ ഗോവർദ്ധന്റെ യാത്രകൾ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആ നോവലിൽ അദ്ദേഹം സൗപ്പാട്ട് രാജാവ് എന്ന് പറയുന്ന എല്ലാത്തിനെയും നീതിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന, ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന സൗപ്പാട്ട് രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കാലഘട്ടത്തെ അദ്ദേഹം അനുസ്മരിക്കും. ഒരു മതിൽ മറിഞ്ഞു വീണ് ആട് മരിച്ചതിന്റെ പേരിൽ ആ മതിലിന്റെ ഉടമസ്ഥരെയും മതിലുപെടുത്ത ആശാരിയെയും അതിന് കുമ്മായം കൊടുത്തവനെയും ദിഷ്ടിയെയും കസായിയെയും ആട്ടിടയനെയും വരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് ഈ രാജാവ്. ആ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവരിൽ അവസാനം തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളുകളെ നോക്കുമ്പോൾ കൊത്തുവാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ട്. തൂക്കുകയറെടുത്ത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിനോളം പാകമുള്ളതല്ല ആ തൂക്കുകയർ. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒരേ കണ്ണോടുകൂടി നീതിയോടുകൂടി കാണുന്ന സൗപ്പാട്ട് രാജാവിന്റെ തൂക്കുകയറിനും ഒരേ ഒരു അളവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ അളവിലേക്ക് പാകമാകുന്ന ഒരു പ്രതിയെ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് തന്റെ വീട്ടിൽ നിന്ന് പിണ്ണാക്ക് വാങ്ങാൻ പുറത്തിറങ്ങിയ വഴിപോക്കനായ ഗോവർദ്ധൻ എന്ന് പറയുന്ന മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഗോവർദ്ധൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ ഒരേ ഒരു കാരണം, അദ്ദേഹം നീണ്ടു വലിയ കഴുത്തുള്ള മനുഷ്യനായിരുന്നു. നീണ്ടു വലിയ കഴുത്തുള്ള മനുഷ്യന്റെ കഴുത്തിലെ ആ തൂക്കുകയർ സൗപ്പാട്ട് രാജാവിന്റെ തൂക്കുകയർ പാകമാകും. ആ നോവൽ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അതൊരു വലിയ യാത്രയാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ ഹുമയൂണിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആറാമത്തെ ഭരണാധികാരിയായ ഔറംഗസീബിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇബ്നു ബത്തൂത്തയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ചിത്രഗുപ്തനിലൂടെയും ഗൗതമബുദ്ധനിലൂടെയും ഗലീലിയോയിലൂടെയും ശങ്കരാചാര്യനിലൂടെയും കാളിദാസനിലൂടെയും ത്യാഗരാജനിലൂടെയും അങ്ങനെ ഒരുപാട് മനുഷ്യരിലൂടെ അത് സഞ്ചരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് ആ നോവൽ. ആ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തിയിട്ട് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ചില തൂക്കുകയറുകളുണ്ട്. ആ തൂക്കുകയറുകൾക്ക് പാകമൊത്ത തലകളാണ് ആ കാലഘട്ടങ്ങൾക്ക് ആവശ്യമുള്ളത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, എല്ലാത്തിനും പാകമാകുന്ന തൂക്കുകയറുകൾക്ക് പാകമാകുന്ന തലകളുള്ളവരാണ് മുസ്ലിം സമൂഹം എന്ന നിലവാരത്തിലേക്ക്
ഇസ്ലാമോഫോബിയ, ഇസ്ലാം വിരുദ്ധ ചേരി അല്ലെങ്കിൽ ഇസ്ലാം ഭീതി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ബാബരി മസ്ജിദിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിഷയങ്ങൾ നോക്കിക്കാണേണ്ടത് അങ്ങനെയാണ്. കേവലം ബാഹ്യമായ ഉപരിപ്ലവമായ ഒരു വിലയിരുത്തലല്ല, അതിനപ്പുറം അഗാധമായ അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇത് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മെപ്പോലെ ഒരു സമൂഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു പ്രഭാഷണം കേട്ടു അതാണോ, അല്ലെങ്കിൽ നമ്മൾ കുറെ സമയം ചിന്തിച്ചു അതാണോ, നമ്മൾ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ ഇടങ്ങളിൽ നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഏത് ഇടപെടലുകൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുത്തത്? ഒരു ചോദ്യമാണ്. നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. വരാൻ പോകുന്ന ഒരു തലമുറ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഇന്ന് നാം ചവിട്ടേൽക്കുകയും വരാൻ പോകുന്ന തലമുറ ഇതിനേക്കാൾ വലിയ ചവിട്ടേൽക്കുകയും ചെയ്താൽ ആ തലമുറ നമ്മയാണ് കുറ്റപ്പെടുത്തുക എന്നതാണ് നേരത്തെ സൂചിപ്പിച്ച പ്രാർത്ഥനയുടെ ഒരു അനന്തരഫലം. നമ്മെക്കുറിച്ച് നല്ലത് പറയാം. ലിസാനസ്ഥിതത്തിൽ സത്യമായ നാവുകൊണ്ട് നമ്മൾ സാക്ഷ്യപ്പെടണം. അപ്പൊ ആ പ്രാർത്ഥനയിൽ ഇഹലോകത്തെ നമ്മുടെ ജീവിതത്തിന് ശേഷം നമ്മളാൽ സംഭവിക്കേണ്ട ഒന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിന് ശേഷം നമ്മുടെ മരണത്തോടുകൂടി നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിച്ചു. അങ്ങനെയല്ല. നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം ഏറ്റെടുക്കുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്ക് ശേഷമുള്ള തലമുറ ഏറ്റെടുക്കുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചം അല്ലെങ്കിൽ നന്മയാണ് മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്കും മക്കളിൽ നിന്ന് പേരക്കുട്ടികളിലേക്കും പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ശേഷമുള്ള അടയാളങ്ങളായിട്ട് ഈ ലോകത്ത് കോറി വെക്കാൻ നമുക്ക് കഴിയുക എന്നാണ് സൂചിപ്പിച്ചത്. ഇനി മൂന്നാമത്തെ ഒരു സംഗതിയിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. വജഅൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം. ഈ ദുനിയാവിൽ എനിക്ക് ശേഷം അവശേഷിപ്പിക്കുന്നതിൽ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന അതേ മനുഷ്യൻ അള്ളാഹുവെ എന്നെ നീ വജഅൽനി, എന്നെ നീ ആക്കി തീർക്കണം. ആരാക്കി തീർക്കണം, എന്താക്കി തീർക്കണം എന്ന് ചോദിച്ചാൽ മിൻ വറസത്തി ജന്നത്തിൻ നഈം, അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അനന്തരാവകാശിയാക്കി മാറ്റണം. അഥവാ എനിക്ക് നല്ല ഒരു വിജയം എനിക്ക് നൽകണം. ആ വിജയം ഇഹലോകത്ത് കൊണ്ട് അവസാനിക്കാനുള്ള വിജയമല്ല. ആ വിജയം എന്റെ പരലോക ജീവിതത്തെ, എന്റെ മരണാനന്തര ജീവിതത്തെ ഏറ്റവും നല്ല നിലയ്ക്ക് എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാക്കാണ് എനിക്ക് വേണ്ടത്. മിൻ വറസത്തി ജന്നത്തിനായി നിരവധി ഇടങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ഒക്കെ പ്രാർത്ഥനകൾ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാഗമാണ് അള്ളാഹുവെ മരണാനന്തര ജീവിതത്തിൽ എന്നെ വിജയിപ്പിക്കണം, അള്ളാഹുവെ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അള്ളാഹുവെ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. കേവലം ഒരു സ്വർഗം പോലുമല്ല നമ്മൾ ചോദിക്കുന്നത്. ഏത് സ്വർഗമാണ്? ജന്നാത്തുൽ ഫിർദൗസ്, അഥവാ ഏറ്റവും ഉന്നതമായ ശ്രേണിയെ അള്ളാഹുവിനോട് നമ്മൾ രണ്ട് കൈകളും ഉയർത്തി ചോദിക്കും, എനിക്ക് ഏറ്റവും നല്ല സ്വർഗം കിട്ടണം. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഉൾപ്പെടെയുള്ള ഏറ്റവും സച്ചരിതരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു സജ്ജീകരിച്ച ആ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി എന്ത് ഒരുക്കമാണ് നാം ചെയ്തു കൂട്ടിയത്? എന്താണ് നാം ചെയ്തത്? വിശുദ്ധ ഖുർആന്റെ കൽപ്പനാരൂപത്തിലുള്ള ഒരു ഉപദേശമുണ്ട്. ഉപദേശം സാധാരണ എങ്ങനെയാണ്? ഉപദേശം നിങ്ങൾ നന്നാവണം. പക്ഷെ കൽപ്പനാരൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം, വൽ തൻദുർ നഫ്സും മാ കസബത് ലിഗദ്. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചത് എന്ന് നിങ്ങളൊന്ന് നോക്ക് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ ബാലൻസ് ഷീറ്റ് അല്ല. മറ്റുള്ളവരുടെ ബാലൻസ് ഷീറ്റ് നോക്കാനും മറ്റുള്ളവരുടെ ന്യൂനതകളെ ആഘോഷമാക്കാനും മറ്റുള്ളവരുടെ പോരായ്മകളെ ചോദ്യം ചെയ്യാനും മറ്റുള്ളവരുടെ പോരായ്മകൾക്ക് ചുറ്റും ഇങ്ങനെ അലഞ്ഞു തിരിയാനും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തയെയും പ്രേരിപ്പിക്കുന്നത് എന്താണ്? നമ്മളിൽ നിന്ന് അകന്നു മാറി പോകാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആ അകന്നു മാറി പോകാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് നമ്മെ ഏത് വിധേയും നരകത്തിന്റെ പടുകുഴിയിലേക്ക് ചാടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇബ്ലീസിന്റെ പ്രേരണകളാണ്. അതുകൊണ്ട് ഈ രണ്ട് സംഗതികളെയും ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്,
നമുക്ക് ശേഷമുള്ള തലമുറ നമ്മെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ എല്ലാവർക്കും പള്ളി പണിതിട്ടും എല്ലാവർക്കും മദ്രസ പണിതിട്ടും എല്ലാവർക്കും ജനസേവന കേന്ദ്രങ്ങൾ പണിതിട്ടും നല്ലത് പറയിപ്പിക്കാൻ കഴിയില്ല. അതൊരു സാമൂഹ്യ ബാധ്യതയാണ്. അത് ഒരു കൂട്ടർ നിർവഹിക്കുന്നു, ആ ഒരു കൂട്ടരോട് എല്ലാവരും കൂടിക്കൊടുക്കുന്നു. ആ കൂടിക്കൊടുക്കുന്ന ഓരോരുത്തർക്കും അതിൽ പ്രതിഫലമുണ്ട്. പക്ഷെ എല്ലാവർക്കും നല്ലത് പറയിപ്പിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് പളങ്ക് പാത്രം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ കുടുംബമാണ്. നമ്മുടെ ജീവിതത്തിന് ശേഷം നമ്മെക്കുറിച്ച് നല്ലത് പറയുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതം കണ്ടിട്ട് ആ കുടുംബത്തെ ആ രീതിയിൽ പാകപ്പെടുത്തിയെടുത്ത അവരുടെ പിതാവിനെ അതിൽ പങ്കുണ്ട് എന്ന് നല്ലത് പറയുന്ന ഒരു തലമുറ. പളങ്ക് പാത്രം പോലെ എന്ന് സൂചിപ്പിച്ചത് പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലോ, നല്ല ടൈല് വിരിച്ച അല്ലെങ്കിൽ മാർബിൾ വിരിച്ച നല്ല മിനുസമാർന്ന ഒരു പ്രതലം. ആ പ്രതലത്തിൽ നിറയെ എണ്ണ ഒഴിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ എണ്ണ ഒഴിച്ച തറയിലൂടെ നിങ്ങളുടെ തലയിൽ ഒരു പളങ്ക് പാത്രം വെച്ച് തന്നിട്ട് ആ എണ്ണയിൽ വഴുക്കാതെ വഴുതി വീഴാതെ ആ പളങ്ക് പാത്രം താഴെ വീണ് ഉടയാതെ പൊട്ടിത്തകരാതെ മറുകരയിലേക്ക് നിങ്ങൾ എത്തിക്കണമെന്ന് പറഞ്ഞാൽ എത്ര കരുതലോടുകൂടി ഓരോ ചവിട്ടടികളും മണ്ണിൽ പതിക്കുമ്പോൾ എത്ര കരുതലുകളോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുമോ, എത്ര കരുതലുകളോടുകൂടി നിങ്ങൾ അടുത്ത കാൽപാദം വയ്ക്കേണ്ട ഇടത്തേക്ക് സൂക്ഷ്മമായി നിങ്ങൾ നോക്കുമോ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്കൊന്ന് നോക്കണം. കാരണം ഈ കുടുംബം നിങ്ങൾക്ക് കൂടെ കൊണ്ട് ചെല്ലാനുള്ളതാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സ്വർഗീയ ആരാമങ്ങളിലേക്ക് ചാരുമഞ്ചങ്ങളിൽ അഭിമുഖമായിരുന്ന് തല്ലതിച്ച് ഉല്ലസിച്ച് വർത്തമാനം പറഞ്ഞ് ആസ്വദിക്കാനുള്ളതാണ് നിങ്ങളുടെ കുടുംബം. ഈ ദുനിയാവിലെ ആസ്വാദനങ്ങൾ കൊണ്ട് പരലോകത്തെ ആസ്വാദനങ്ങൾ നശിപ്പിച്ചു കളയുകയാണെങ്കിൽ ഈ പളങ്ക് പാത്രവും തലയിലെത്തി അശ്രദ്ധമായി എണ്ണ വീഴ്ച മാർബിൾ തറയിലൂടെ നടക്കുന്ന മനുഷ്യന്റെ വിവരക്കേടായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സൂചിപ്പിച്ചത് കേവലം നിസ്സാരമല്ല ഞാൻ പറഞ്ഞ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ കാമ്പ് ഉൾക്കൊള്ളുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദിനെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, എന്റെ കുടുംബാദികളിലേക്ക് അത് പകരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബാദികളെ ഞാൻ എങ്ങനെയാണ് സംസ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനകത്ത് നിന്ന് ആ ഒരു ചിന്തയിൽ നിന്നും പഠനത്തിൽ നിന്നും നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബമാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെ കുടുംബമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ബാക്കിയെല്ലാം നമ്മൾ സമ്പാദിച്ചു, ഒരുപാട് നന്മകൾ ചെയ്തു, ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിച്ചു, ഒരുപാട് ഇബാദത്തുകൾ നിർവഹിച്ചു. എല്ലാം കഴിഞ്ഞ് നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കുടുംബമില്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ നാം ഈ ദുനിയാവ് മുഴുവൻ ചിലവഴിച്ചത് എന്ന് നമ്മൾ എത്ര വ്യർത്ഥമായിരിക്കും ആ ചിലവഴിക്കലുകൾ എന്ന് നമ്മൾ ആലോചിച്ചു. നമ്മുടെ കുടുംബത്തെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ കഴിയണം. കുടുംബത്തെ ചേർത്ത് നിർത്താൻ കഴിയണം. ആ ചേർത്ത് നിർത്തലാണ് ഏറ്റവും മിനിമം. നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയിലൂടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, വരും തലമുറകൾ നമ്മെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനുള്ള നന്മയുടെ അടയാളങ്ങളായി ചേർത്ത് വെക്കാൻ, കോറി വെക്കാൻ നമുക്ക് കഴിയുക എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ നമ്മുടെ കുടുംബം തുടങ്ങിയ തരത്തിലുള്ള ചർച്ചകൾ, അതിന്റെ വിശദാംശങ്ങൾ അടുത്ത കുടുംബങ്ങളിലൂടെ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നന്മ നിറഞ്ഞ, ഏറ്റവും മനോഹരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ കഴിയുന്ന, സ്വാംശീകരിക്കാൻ കഴിയുന്ന അങ്ങനെ നല്ല കുടുംബജീവിതത്തെ, കൺകുളിർമയാർന്ന മക്കൾ, കൺകുളിർമയാർന്ന ഇണകൾ, കൺകുളിർമയാർന്ന സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ഇതൊക്കെയും നേടിയെടുത്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സന്തോഷത്തോടുകൂടി മടങ്ങിച്ചെല്ലാൻ കഴിയുന്ന ആളുകളിൽ അർഹമുർ റഹീമായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി